കോയിപ്പാറ വാട്ടർഫാൾസ് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയിലായി മലപ്പുറം ജില്ലയിലെ കക്കാടംപൊയിൽ എന്ന സ്ഥലത്തായി കേരള വനം വന്യജീവി വകുപ്പിന് കീഴിലായാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് വെള്ളച്ചാട്ടം കാണുന്നതിനുള്ള എൻട്രി ഫീ ആയി നൽകേണ്ടത്. നേരിട്ടെത്തി UPI സംവിധാനം വഴി മാത്രമേ ടിക്കറ്റ് എടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രമുഖ പല സിം നെറ്റ്വർക്കുകൾക്കും ഇവിടെ സിഗ്നൽ ലഭിക്കില്ല. ആയതിനാൽ തന്നെ ഓൺലൈനായി UPI പേയ്മെൻറ്റ് നടത്താനും മറ്റുമായി ഫ്രീ വൈഫൈ സംവിധാനം ഇവിടെ ലഭ്യമാണ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയും വൈകിട്ട് 2 മണി മുതൽ 4:30 വരെയുമാണ് കോയിപ്പാറ വാട്ടർഫാൾസിൻ്റെ പ്രവർത്തന സമയം. തിങ്കളാഴ്ച അവധിയുമായിരിക്കും. സെപ്റ്റംബർ 21, 2025 ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. അതായത് കേരളത്തിലെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ അവസാന ഘട്ടത്തിൽ. ആയതിനാൽ തന്നെ മഴ പൊതുവെ കുറവായ സമയമായിരുന്നു. എൻട്രി ടിക്കറ്റ് വിതരണ കൗണ്ടറിനടുത്തായി സ്ഥാപിച്ച പരസ്യത്തിൽ കേരള വനം വകുപ്പ് നടത്തുന്ന പഴശ്ശി ഗുഹ വനസൗഹൃദ യാത്ര ഓഫ് റോഡ് ട്രക്കിംഗ് പാക്കേജിൻ്റെ വിവരങ്ങൾ നൽകിയിരിക്കുന്നു. പഴശ്ശിക്കാടിനുള്ളിലെ പഴശ്ശിയുടെ ഒളിത്താവളമായ ഗുഹകളിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് യാത്രയും ട്രക്കിങ്ങും ഉൾപ്പെടുന്നതാണ് ഈ പാക്കേജ്. 1650 രൂപയാണ് ഇതിനായി ഒരാളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. പ്രകൃതിയും ചരിത്രവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മനോഹരമായൊരു അനുഭവമായിരിക്കുമെന്ന് തോന്നുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വെള്ളേരി മലപ്രദേശത്ത് നിന്നും ഉത്ഭവിക്കുന്ന കുറുവൻപുഴ 12,000 വനമേഖലകളിലൂടെ മനുഷ്യസ്പർശമേൽക്കാതെ ഒഴുകിയാണ് കോയിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാകുന്നത്. തുടർന്ന് നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപമായി ചാലിയാറുമായി ഈ പുഴ സംഗമിക്കുന്നു. ശക്തമായ ജലത്തിൻ്റെ ഒഴുക്ക് പാറകളിൽ അഗാധമായ ഗർത്തം രൂപപ്പെടുത്തിയതായി കാണാം. ജലം ഒഴുകുന്നതിൻ്റെയും താഴേക്ക് പതിക്കുന്നതിൻ്റെയും ശബ്ദം മനസ്സിനും ശരീരത്തിനും ഒരു മെഡിറ്റേഷൻ പോലെ അനുഭവപ്പെടും. ഒരുപാട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന 12,000 മലനിരകൾ. നിർഭാഗ്യവശാൽ ഈ യാത്രയിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ജീവിയെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിന് സമീപമായുള്ള മറ്റു ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിലെ അപ്പച്ചെടി. ശാസ്ത്രനാമം അജരാട്ടം കോൺസിഡോയിഡസ് എന്നാണ്. നമ്മുടെ നാട്ടിലെ അപ്പച്ചെടി എന്ന് പറയുന്നതിൽ ചെറിയ തെറ്റുണ്ട്. കാരണം ഇത് നമ്മുടെ നാട്ടുകാരനല്ല. സെൻട്രൽ അമേരിക്കയാണ് ഈ ചെടിയുടെ സ്വദേശം. നമ്മുടെ നാട്ടിൽ ഇവനൊരു അധിനിവേശ സസ്യമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് ഇന്ന് അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡത്തിലും ഈ സസ്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു ചെടിയിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഒരു വലിയ പ്രദേശത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതും നശിപ്പിക്കാൻ വളരെ പ്രയാസമുള്ളതുമായ ഈ ചെടിയെ പല രാജ്യങ്ങളും നോക്സിയസ് വീഡ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വിലക്കിയിരിക്കുന്നു. കാണാൻ സുന്ദരനും നിരുപദ്രവകാരിയായി തോന്നുമെങ്കിലും നമ്മുടെ തനത് എക്കോസിസ്റ്റത്തിന് ഈ സസ്യം വലിയൊരു ഭീഷണി തന്നെയാണ്. ഇതുപോലുള്ള അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ തനത് എക്കോസിസ്റ്റത്തെ പൂർണ്ണമായും തകർക്കുന്നതിന് മുമ്പായി നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സൈനിങ് ഓഫ് റാഷിദ് അടിയൂർ.